എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഗോക്കു ആണെങ്കിൽ അവന്റെ ട്രെയിനിങ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ കിങ് ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നിന്റെ അവസാനത്തെ മാസത്തെ നിങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നു. അതെല്ലാം തന്നെ നീ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞു. സോ ഒരു മാസം കൂടെ നീ ഇവിടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ അത് നടക്കില്ല. ഒരുപാട് കോമഡികൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്, പക്ഷെ അതിനൊട്ടും സമയമില്ല. ഇത്രയും നാളും നീ ട്രെയിൻ ചെയ്ത കാര്യങ്ങൾ അത് വീണ്ടും എനിക്ക് കാണിച്ചു തരാനുള്ള സമയമാണിപ്പോ. സോ ആദ്യമായിട്ട് പഠിച്ച ഫസ്റ്റ് ട്രെയിനിങ് അതെനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞ് കൊരങ്ങനെ മുൻപിലേക്ക് വിളിക്കുകയാണ്. കൊരങ്ങനാണെങ്കിൽ മുൻപോട്ടേക്ക് വന്ന് ചാടി ഓടും. 0.8 സെക്കൻഡ് കൊണ്ട് ഗോക്കു അവനെ ക്യാച്ച് ചെയ്യും. ഇന്നാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ഗോക്കുവിനെ നോക്കും. വാവ്, നീ ശരിക്കും റെക്കോർഡ് തകർത്തിരിക്കുകയാണ്. അടുത്തതായിട്ട് ഈച്ചയെ വിളിക്കും. ഈച്ചയാണെങ്കിൽ വമ്പൻ ആക്റ്റോടും പവറൊക്കെ കൊടുത്ത് പറന്നു തുടങ്ങും. ഗോക്കു ആണെങ്കിൽ 1.2 സെക്കൻഡുകൾ കൊണ്ട് ഇപ്പൊ ഈച്ചയുടെ തലയ്ക്കും ഹാമർ വെച്ച് അടിക്കുകയാണ്. അതും അവൻ റെക്കോർഡ് തകർത്തായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, ഇത്രയും സ്പീഡിൽ ആരും ഈ ഒരു ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നീ ശരിക്കും എന്റെ എക്സ്പെക്ടേഷൻസിന് അപ്പുറമായി തീർന്നിരിക്കുകയാണ്. അടുത്തതായിട്ട് നിന്റെ സ്പിരിച്വൽ ബോംബ് പവർ അത് ഞാൻ അസസ് ചെയ്യാനായിട്ട് പോവാണ്. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ ഇപ്പൊ അവന്റെ സ്പിരിച്വൽ പവർ അത് അബ്സോർബ് ചെയ്ത് അവന് ചുറ്റും പവറുകൾ ക്രിയേറ്റ് ചെയ്യും. ഞാനത് തുടങ്ങിക്കഴിഞ്ഞു, എന്റെ ഈ പവർ അതെങ്ങനെയുണ്ട്? അതിന് കിങ്കായി പറയും, വാവ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു ബ്രിക്ക് അവന്റെ മുൻപിലേക്ക് ഇട്ട് കൊടുക്കും. ഗോക്കു, നീ ഈ ബ്രിക്കിന്റെ സ്പീഡ് അത് കറക്റ്റായിട്ട് അസസ് ചെയ്ത് ഞാൻ പറയുന്നത് വരെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞ് അത് ഗോക്കുവിന് നേർക്ക് വലിച്ചെറിയും. ഗോക്കു ആണെങ്കിൽ അതിന്റെ സ്പീഡ് അത് അസസ് ചെയ്ത് ഇപ്പൊ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങും. ഗോക്കുവിന്റെ സ്പിരിച്വൽ എനർജി അതിന്റെ സഹായത്താൽ. കിങ് ആണെങ്കിൽ അതിന്റെ സ്പീഡ് കൂട്ടും. അടുത്ത നിമിഷം ഗോക്കു ആണെങ്കിൽ സ്പിരിറ്റ് ബോംബ് ടെക്നിക്ക് അതുപയോഗിച്ച് അത് കറക്റ്റായിട്ട് അസസ് ചെയ്ത് പൊട്ടിച്ചു കളയാണ്. എല്ലാവരും ഗോക്കുവിന്റെ പവറിൽ അങ്ങനെ ആടി ഒലഞ്ഞു നിൽക്കും. കിങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, ഇത്ര സ്പീഡിൽ ഒരാൾ പോലും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടില്ല. ഈ ശരിക്കും ജീനിയസ് ആണ്, എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അതിന് ഗോക്കു പറയും, അങ്ങയുടെ ട്രെയിനിങ്ങും കഴിവുകൊണ്ടാണ് എനിക്ക് ഇത്രയും വേഗം ഇതൊക്കെ പഠിക്കാൻ കഴിഞ്ഞത്. ഭൂമിയിലേക്ക് പോകുമ്പോൾ നിനക്ക് ഈ പവർ കുറെ കൂടെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. കാരണം എന്റെ ഈ വേൾഡ് വളരെ ചുരുങ്ങിയതാണ്. ഇവിടെയുള്ള പുല്ലിന്റെയും സസ്യത്തിന്റെയും മരങ്ങളുടെയും ഒക്കെ തന്നെ ശക്തി അത് ആർജിച്ചെടുത്താണ് ഈ ഒരു പവർ അത് യൂസ് ചെയ്യുന്നത്. ഭൂമിയിലുള്ള കമ്മോഡിറ്റീസ് അത് വളരെ കൂടുതലാണ്. സോ അവിടെ നിനക്ക് ഒരുപാട് പവർ കിട്ടും. മാത്രമല്ല, വേണമെങ്കിൽ സൂര്യന്റെ പവർ വേണമെങ്കിലും നിനക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, കറക്റ്റായിട്ട് ആ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിന്റെ ഭൂമി അടക്കം ആ പവറിൽ പെട്ട് നശിച്ചില്ലാതാവും. ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, എമർജൻസി ഘട്ടത്തിൽ മാത്രമേ ഈ പവർ നീ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അത് നീ എനിക്ക് വാക്ക് തരണം. ഗോക്കു ആണെങ്കിൽ ആ വാക്ക് കൊടുക്കും. നിന്റെ മുൻപിൽ 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഉള്ളിൽ നീ തിരികെ ഭൂമിയിലേക്ക് എത്തണം. കാരണം സയൻസ് അവർ ഓൾമോസ്റ്റ് ഭൂമിയിലേക്ക് എത്താൻ ആയി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, നീ ഭൂമിയിലേക്ക് എത്താനുള്ള ആ ഒരു സമയം അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ മറന്നുപോയി. ഗോക്കു ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. നിങ്ങളുടെ പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്നെ പെട്ടെന്ന് ഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിയില്ലേ? ആ പാമ്പ് വാത വഴി ഞാൻ പോവുകയാണെങ്കിൽ 6 മാസം എടുക്കും അവിടെ എത്താൻ. ഉടനെ കിങ് ആണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കും, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, നിന്റെ പവറും സ്പീഡും ഒക്കെ വളരെ കൂടുതലാണ്. പാമ്പ് വാത വഴി പോവുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് നിനക്ക് ഭൂമിയിലെത്താം. കിങ് ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, ആദ്യം നീ നിന്റെ ഫ്രണ്ട്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിന്നെ തിരികെ ഭൂമിയിൽ എത്തിക്കാൻ ആ ഡ്രാഗൺ ബോൾ ഉപയോഗിച്ച് സമൻ ചെയ്യണം. എന്റെ ബോഡിയിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നിന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പറ്റുമെന്ന് പറയും. ഉടനെ ഗോക്കു ആണെങ്കിൽ ഇപ്പൊ കിങ്ങിന്റെ ബോഡിയിൽ ടച്ച് ചെയ്യാണ്. അടുത്ത നിമിഷം മാസ്റ്റർ റോഷിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എനേബിൾ ആവും. ഗോക്കുവിന്റെ ശബ്ദം കേട്ട് ഇവിടെ ബാത്റൂമിൽ ഇരിക്കുന്ന നമ്മുടെ റോഷി ആളാണെങ്കിൽ ഞെട്ടും. ഓ നോ, ഇത് ഗോക്കുവിന്റെ ശബ്ദമല്ലേ, എനിക്കത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഗോക്കു ആണെങ്കിൽ മാസ്റ്റർ റോഷിയോട് പറയും, നിങ്ങൾ എത്രയും വേഗം ആ ഡ്രാഗൺ ബോൾ അത് കണ്ടുപിടിച്ച് സമൻ ചെയ്ത് എന്നെ തിരികെ കൊണ്ടുവരണം. നിങ്ങൾക്ക് ആ ഡ്രാഗൺ ബോൾ അത് കണ്ടുപിടിക്കാൻ പറ്റിയോ? മാസ്റ്റർ റോഷി ആണെങ്കിൽ അതിന്റെ കാര്യം ഏകദേശം റെഡി ആയിട്ടുണ്ട്, ഞങ്ങൾക്കത് ചെയ്യാനായിട്ട് കഴിയും. ഗോക്കു പറയും, ഞാൻ ഇത്രയും നാളും ഇവിടെ കിങ്ങിനോടൊപ്പം ഹെവനിൽ ട്രെയിനിങ് ചെയ്യുകയായിരുന്നു. ആ സയൻസ് അവർ 1 മാസം മുൻപേ എർത്തിലേക്ക് എത്തും. സോ എനിക്ക് 24 മണിക്കൂറിനുള്ളിൽ അവിടേക്ക് എത്തണം. ഏക വഴി ഈ ഡ്രാഗൺ ബോൾ മാത്രമാണ്. അത് കേട്ട് മാസ്റ്റർ റോഷി ആണെങ്കിൽ ഞെട്ടും. ഓ നോ, അവരിപ്പോ നേരത്തെ ഭൂമിയിലേക്ക് എത്തുമോ? ഗോക്കു ആണെങ്കിൽ അതേന്ന് മറുപടി പറയും, നമ്മുടെ മുൻപിൽ സമയമില്ല, എത്രയും വേഗം ചെയ്യണം. ഇവിടെ കിങ് ആണെങ്കിൽ ഗോക്കുവിന് ആളുടെ പവർ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ എനേബിൾ ആക്കിയത് കൊണ്ട് തന്നെ ആളുടെ പവർ അങ്ങനെ ട്രെയിനായി ആൾ താഴേക്ക് വീഴും. കിങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ ഗോക്കുവിനോട് പറയും. ഗോക്കു ആണെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ പറഞ്ഞു തീർക്കും. മാസ്റ്റർ റോഷി ആണെങ്കിൽ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ചാടി ബാക്കിയുള്ളവരോട് പറയും, എത്രയും വേഗം ബോൾസ് അതൊന്നിച്ച് സെറ്റ് ചെയ്ത് ഡ്രാഗണെ അതിനെ സമൻ ചെയ്ത് വരുത്തണം. ഗോക്കു അവൻ തിരികെ വരാനുള്ള സമയം ആയിരിക്കുകയാണ്. ആ സയൻസ് എത്രയും വേഗം ഇവിടേക്ക് എത്തും. അതിനു മുൻപ് ഗോക്കുവിനെ കൊണ്ടുവരണം. അവനവന്റെ ട്രെയിനിങ് അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു ആണെങ്കിൽ ഇപ്പൊ കിങ്ങിനോട് യാത്ര പറയാണ്. കിങ് ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നിന്റെ ഫ്രണ്ട്സ് ഡ്രാഗൺ ബോൾ ഉപയോഗിച്ച് നിന്നെ തിരികെ വിളിക്കുന്നതിന് മുൻപായിട്ട് ചില ട്രെയിനിങ് കൂടെ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് ആദ്യം ഗോക്കുവിന് ഒരു അല്പം കൂടെ പവർ കൊടുക്കും. ഗോക്കുവിനാണെങ്കിൽ അത് കിട്ടിയത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം. അതേസമയം ഇവിടെ കിങ് പിക്കലോ അവനാണെങ്കിൽ
പവർ ഉപയോഗിച്ച് ഗോഹാനെ ഓറഞ്ച് അറ്റാക്ക് ചെയ്യുകയാണ്. ഗോഹാനാണെങ്കിൽ ഇപ്പോൾ വളരെയധികം സ്മാർട്ടായി അവന്റെ അറ്റാക്കുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവനെ തിരികെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. കട്ട് ചെയ്ത ഇവിടെ മാസ്റ്റർ റോഷിയും ടീമും അവരാണെങ്കിൽ ഇപ്പോൾ ഡ്രാഗൺ ബോൾ അത് ചേർത്ത് വെച്ച് ഡ്രാഗനെ സമൻ ചെയ്യുകയാണ്. അവരങ്ങനെ ചെയ്യുന്ന അടുത്ത നിമിഷം ഇപ്പോൾ മേഘങ്ങളെല്ലാം തന്നെ കറുത്തിരുണ്ട് അവിടെ മുഴുവൻ ഡാർക്ക് ആവുകയാണ്. ഇവിടെ ഗോഹാനാണെങ്കിൽ ഷോക്കാവും. ഓ നോ, ഇത് നട്ടുച്ച സമയമാണ്. പക്ഷെ ഇപ്പൊ ക്ലൈമറ്റ് എന്താ ഇങ്ങനെ ചേഞ്ച് ആയത്? എങ്ങനെയാണ് രാത്രിയായി മാറിയത്? ഇവിടെ പിക്കലോയ്ക്കാണെങ്കിൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. ഡ്രാഗൺ ആണെങ്കിൽ കാമേ ഹൗസിലേക്ക് പതിയെ താഴ്ന്നു വരും. ഡ്രാഗൺ വലിയ ശബ്ദത്തിൽ അവരോട് ചോദിക്കും, ആരാണ് എന്നെ ഇവിടേക്ക് വിളിച്ചത്? എന്താഗ്രഹമാണ് നിങ്ങൾക്ക് സാധിക്കേണ്ടത്? അതിന് പന്നിക്കുട്ടനാണെങ്കിൽ ബുദ്ധിപരമായിട്ട് ഒരു ചോദ്യം അവനോട് ചോദിക്കും, ഞാൻ പോകുന്ന വലിയ യുദ്ധം അത് നിങ്ങൾക്ക് തടയാൻ കഴിയോ? ബൊൽമയാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. നമ്മുടെ വരം അതല്ലല്ലോ. അതിനാൽ ഡ്രാഗൺ പറയും, നടക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. എന്നെ ക്രിയേറ്റ് ചെയ്തത് കാമയാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. ഉടനെ മാസ്റ്റർ റോഷിയാണെങ്കിൽ അതിനോട് റിക്വസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഗോകുവിനെ അവനെ തിരികെത്താം. അതിന് ഡ്രാഗനാണെങ്കിൽ ആ ഒരു ആഗ്രഹം അത് ഞാൻ സാധിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ കടന്നുപോകും. ഇവിടെ പിക്കലോയ്ക്ക് കാര്യം പിടികിട്ടും. ഗോകു അവൻ തിരികെ വരാൻ പോവാണ്. അതിനർത്ഥം ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരു മാസം മുൻപേ ആ സയൻസ് അവരിവിടേക്ക് എത്തും. കട്ട് ചെയ്ത ഇവിടെ കിങ് ആണെങ്കിൽ ഗോകുവിനോട് പറയും, എന്റെ തലയ്ക്ക് മുകളിലുണ്ടായിരുന്ന ആ വെള്ള വളയം അതിപ്പോ പോയി. അതിനർത്ഥം നീ വീണ്ടും ജീവനോടുകൂടെ വന്നിരിക്കുന്നു എന്നാണ്. ഇനി ഒട്ടും സമയം കളയാനില്ല, എത്രയും വേഗം നീ തിരികെ പോകണം. ഗോകു ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ഇപ്പൊ അദ്ദേഹത്തോട് യാത്ര പറയും. ഇനിയും ഞാൻ മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാണാമെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ കുരങ്ങനോടും ഈച്ചയോടും കിങ്ങിനോടും യാത്ര പറഞ്ഞ് പുറകിലേക്ക് ഓടും. അതിനുശേഷം മുൻപിലേക്ക് അങ്ങനെ കുതിച്ചു പാഞ്ഞു വരികയാണ്. അത് കണ്ട് അവരെല്ലാവരും മാറി നിൽക്കും. ഗോകു ആണെങ്കിൽ എടുത്തു ചാടി ഇപ്പോ ആ ഒരു സ്നേക്ക് പാത്തിലേക്ക് വന്ന് അവിടുന്ന് ഉഷാറായിട്ട് ഓടും. കിങ് ആണെങ്കിൽ ഇപ്പൊ കുരങ്ങനോടും ഈച്ചയോടും പറയും, ഇത്രയും നല്ല മനസ്സുള്ള ഒരാളെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇങ്ങനെ ഒരാളെ കാണുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്റെ തമാശയ്ക്ക് മുൻപിൽ എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ആളാണെങ്കിൽ കൂടുകൂടാ ചിരിക്കും. അത് കേട്ട് കുരങ്ങനാണെങ്കിൽ കൈയടിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ സയൻസിനെ കാണിക്കും. അവരുടെ ആ ഒരു ട്രാവൽ അത് അവസാനിക്കാനായിട്ട് പോവാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ വളരെ സ്പീഡിൽ ഫ്ലൈ ചെയ്യും. ഗോകുവിന്റെ യാത്ര അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനു മുൻപ് തീർച്ചയായിട്ടും ആ സയൻസ് അവർ ഭൂമിയിലേക്ക് എത്തും. അടുത്ത ദിവസം 11:43 അവർ ഭൂമിയിലേക്ക് എത്തും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ കാണിക്കും ഒരു പപ്പയും ഒരു കുഞ്ഞും. അവർ രണ്ടുപേരും ഹായ് ആയിട്ട് നടന്നു വരും. ആ കുഞ്ഞിനാണെങ്കിൽ വിശക്കുന്നു എന്ന് പറഞ്ഞ് അത് കരയാനായിട്ട് തുടങ്ങും. അതിന്റെ പപ്പ വാച്ചിലേക്ക് നോക്കും. സമയം 11:43. അടുത്ത നിമിഷം ആകാശത്തിൽ നിന്ന് എന്തോ വളരെ സ്പീഡിൽ താഴേക്ക് വരുന്നതായിട്ട് അവർ കാണും. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ വലിയ ബിൽഡിങ്ങുകൾ തകർത്തുകൊണ്ട് അത് ഭൂമിയിലേക്ക് വന്ന് പതിക്കുകയാണ്. അതെ, സയൻസ് അവരിപ്പോ ഭൂമിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്.